ഹായ് ഫ്രണ്ട്സ്, മഴക്കാലമൊക്കെ അല്ലേ? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നിത്യയൗവനം നിലനിർത്താനും മുടി വളർച്ചയ്ക്കും കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും യൗവനം നിലനിർത്താനും എല്ലാത്തിനും വളരെ നല്ലതാണ് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ നെല്ലിക്ക ലേഹ്യം. സ്ത്രീകൾക്ക് പ്രസവാനന്തരം കഴിക്കാനും വളരെ നല്ലതാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ 1.5 കിലോ നെല്ലിക്ക വാങ്ങി കേട്ടോ. പുറത്തുനിന്ന് ഇപ്പോൾ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കാണാം നമുക്ക് നെല്ലിക്ക എങ്ങനെ ട്രോളിയിലെല്ലാം കൊണ്ടുപോയി വിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 1.5 കിലോ വാങ്ങിയിട്ട് നല്ല പോലെ കഴുകി കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകി തന്നെ വേണം കേട്ടോ. എന്നാലേ ഇതിലുള്ള മരുന്നടിച്ചിനൊന്നും നമുക്കറിയില്ല ഒക്കെ പോവുള്ളൂ. എന്നിട്ട് ഇതാ 500 ml വെള്ളം ഒഴിച്ച് ഒരു കുക്കറിലിട്ടതാട്ടെ. എന്തിനറിയാം, എളുപ്പത്തിന് വേവിച്ചെടുക്കാൻ. അല്ലാണ്ട് അത് പച്ചയ്ക്ക് മുറിച്ചെടുക്കാൻ കുറച്ച് പാടല്ലേ. പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ കുരു കണ്ടത്തിൽ എവിടെയെങ്കിലും ഇട്ട് അവിടെ മുളച്ചോളും. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും വന്ന് ഓഫാക്കി. ഇനി അതിലേക്ക് കുറച്ച് പ്രക്ഷേപദ്രവ്യങ്ങൾ എന്ന് പറയും, അത്രയും സാധനങ്ങൾ ഇതാ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കിയിടണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ചുക്ക്, അത് വേറെ തന്നെ ഒന്ന് ചൂടാക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയാൽ മതി. എന്തിനാ അറിയോ, പൊടിക്കാനുള്ള എളുപ്പത്തിന്. പിന്നെ ഈ സ്പൈസസ് ഒക്കെ ചൂടാക്കുമ്പം അതിൻ്റെ ഓയിൽ റിലീസാവും. അപ്പം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അത്ര നേരം ചൂടാക്കിയാൽ മതി, വേവൊന്നും വേണ്ട അത്. അപ്പോൾ ഇതാ 2 ടീസ്പൂണാണ്. 2 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 10 ഏലക്കായി, 10 ഗ്രാമ്പു, ഒരു 2 കഷ്ണം പട്ട, പിന്നെ ഞാനൊരു മെയ്സ് ഉണ്ടല്ലോ, അതും ഒരു ചെറിയ കഷ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായാൽ മാത്രം മതി കേട്ടോ. എന്നിട്ടതാ ഒന്ന് തണുക്കാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പം നമ്മൾ ആ ചുക്ക് വലിയ കഷ്ണം തന്നെയല്ലേ, അത് ചിലപ്പം പൊടിക്കുമ്പോൾ നമ്മളെ മിക്സ് ചിലപ്പോൾ പൊടിഞ്ഞെന്നും വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ ചുക്ക് എടുത്തിട്ട് നമ്മളെ ചെറിയ ഉരക്കല്ലിലിട്ടിട്ട് കുറച്ചൊന്ന് കുത്തിപ്പൊടിച്ച്, വേഗം പൊടി കേട്ടോ, അത്ര പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടൊന്ന് കുത്തിപ്പൊടിച്ച് നമ്മളെ ഈ ബാക്കി പ്രക്ഷേപദ്രവ്യങ്ങളുണ്ടല്ലോ അതിൻ്റെ കൂടെ ഉണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടെടുക്കുക കേട്ടോ. കുറച്ച് നല്ലോണം അങ്ങോട്ട് പൊടിച്ചെടുക്കുക. ഇതപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് ഞാൻ കേട്ടോ. ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിൽ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആദ്യം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിങ്ങനെ തുറന്നിടരുത് കേട്ടോ, അതിൻ്റെ സ്മെല്ലെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്ലാസ് ബോട്ടിലാക്കി നല്ലോണം അടച്ചട വെച്ച് നമുക്ക് എടുക്കേണ്ട സമയത്ത് എടുത്താൽ മതിയല്ലോ. ഇനി ബാക്കി സംഗതികളൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ ഇതാ ശർക്കര, ഞാൻ 750 ശർക്കര എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഡയബറ്റിക്കാർക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ ശർക്കര കുറയ്ക്കണം. അല്ലെങ്കിൽ 1.5 കിലോ നെല്ലിക്കയ്ക്ക് 1.5 കിലോ തന്നെ ശർക്കര എടുക്കണം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് മാത്രം കൊടുക്കാനായിട്ടാണെങ്കിൽ അതിലും കൂടുതൽ ശർക്കര എടുക്കുക. അപ്പോൾ ശർക്കര ഇതാ ഒരു 100 ml വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് മാറ്റി വെക്കുകയാണ്. അതും മാറ്റി വെക്കുക. അപ്പം നമ്മളെ കുക്കർ ഇതപ്പം തണുത്ത് നെല്ലിക്കെല്ലാം നല്ലോണം വിണ്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മളത് എടുത്തിട്ട് ഇതിൻ്റെ കുരെല്ലാം കളയണമല്ലോ. അപ്പോൾ ഇതാ അരിപ്പ കൊണ്ട് ഞാനതെല്ലാം ഊറ്റി ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കിട്ട്, അതിൻ്റെ വെള്ളം കളയരുത് കേട്ടോ, വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത്. വെള്ളം കൂടെ ഞാൻ അരിച്ച് മാറ്റി, എന്താ പറയുക, കുരുവൊക്കെ കുടുങ്ങിപ്പോണ്ട. ഞാൻ 500 ml വെള്ളം വെച്ചാൽ ഇത് വേവാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കുരു പോക്കാൻ വേണ്ടി ഇതാ നെല്ലിക്ക എടുത്ത് ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ മതി കൈകൊണ്ട്. അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് കുരു മാറ്റിയെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കട്ടെ. എല്ലാം റെഡിയായി കഴിഞ്ഞു. കുരു അതാ അതുപോട്ടെ. പിന്നെ ഇടയിൽ കുരു പെട്ടണമെന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം ബാക്കിയായി. അതായത് 500 ml വെള്ളം വെച്ചിട്ട് 250 ഇതൊരു 100 ഉണ്ടാവും. അപ്പോൾ അത്രയും വെള്ളം ബാക്കിയുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. നെല്ലിക്ക കുറേശ്ശെ ഇടുക. ഈ വെള്ളം ഒഴിക്കേണ്ടത്, വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. നെല്ലിക്ക വെന്ത വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുക്കണം. അടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. എന്താണെന്നറിയോ, ചിലപ്പോൾ അടിയാത്ത കഷ്ണങ്ങളൊക്കെ ഇടയിലുണ്ടാവും. അത് എടുത്ത് കൈകൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഒരു ട്രിപ്പ് അരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഞാൻ അരച്ചെടുത്തു. 4-5 പ്രാവശ്യമായിട്ട് അരച്ചെടുത്ത് കേട്ടോ.
ഇതാ ഉരുളി അടുപ്പത്ത് വെച്ചിന്. ഞാൻ വിറകടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് ഇതാ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു മീഡിയമായിട്ട് തീ കത്തിക്കാവിട്ട് ഒരുപാട് കത്തിച്ചങ്ങ് പാളിച്ച് പെട്ടെന്ന് അങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കരുത്. അത് വെറുതെയാണ്. അങ്ങനെ പെട്ടെന്ന് ഉണക്കിയെടുത്തോണ്ട് നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ അതാ അരച്ചു വെച്ച നെല്ലിക്ക പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ നെയ്യും നെല്ലിക്കയും കൂടി ഒന്ന് മിക്സ് ആവട്ടെ ആദ്യം. അപ്പോൾ പിന്നെ ഉരുക്കി വെച്ച ശർക്കരയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഞാൻ ഉരുക്കിയത്. ലൂസാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നേരം വെക്കണം എന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇത്രയും മതി. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഇതാ കുറച്ച് നേരം ഞാൻ മിക്സ് ചെയ്ത് ഇതാണ് നല്ലോണം വേവിച്ചതാ കുറച്ച് നേരം. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകില്ല, അതൊക്കെ നമ്മൾ ആദ്യമേ വടിച്ചിട്ട് ഉള്ളിലേക്ക് ആക്കണം. അല്ലെങ്കിൽ എന്താ അറിയോ, ഇത് അവസാനം വടിച്ചാൽ ആ പോർഷൻ വേവൂല, ബാക്കിയുള്ളതെല്ലാം നല്ലോണം വെന്തതായിരിക്കും. അപ്പം നമ്മളെ ലേഹ്യം പെട്ടെന്ന് കേടുവരും. ഇപ്പോൾ ഇത് നല്ല പോലെ കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതൊരു 2 ആഴ്ചയൊക്കെ പുറത്ത് നല്ല സുഖമായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ചീത്തയൊന്നും ആവില്ല. ഉണ്ടാക്കി കഴിഞ്ഞാലേ പിന്നെ ഫ്രിഡ്ജിൽ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഒന്നുകിൽ നീളമുള്ള കയ്യിലോണ്ട് ഇളക്കുക, അല്ലെങ്കിൽ ദൂരെ നിന്ന് ഇളക്കുക, അല്ലെങ്കിൽ തീ നല്ല പോലെ കൈവെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ലോണം അടി പിടിക്കുന്നു. പക്ഷെ നമ്മൾ ചക്ക വരട്ടുന്ന അത്ര പ്രയാസം ഇതിനില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ പിന്നെ അയ്യോ ഇനി ഉണ്ടാക്കണം എന്ന് തന്നെ തോന്നും. ഇപ്പം ഞാനിതാ 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം 2 സ്പൂൺ ഒഴിച്ചു, ഇപ്പോൾ 1. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് കൂടി ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നെയ്യും ശർക്കരയൊക്കെ ഒന്ന് കുറയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു. അപ്പം ഞാൻ ആകെ ഇപ്പം 4 സ്പൂണ് നെയ്യ് ഉപയോഗിച്ചു. അതിൻ്റെ അടിയിലൊന്നും തീരെ പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇളക്കാണ്ടെന്നാൽ മാത്രമേ അടി പിടിക്കൂ, അല്ലാണ്ടൊന്നും അങ്ങനെയൊന്നും അടി പിടിക്കില്ല. ഒന്ന് കൈവെട്ടിച്ചിട്ടൊന്നുമില്ല. ഇപ്പം അതാ നമ്മളിതിലേക്ക് പ്രക്ഷേപ ദ്രവ്യങ്ങളെല്ലാം ചേർക്കുകയാണ്, പൊടിച്ച് വെച്ചത് ആയുർവേദ വിധിപ്രകാരമുള്ള. അപ്പം ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊക്കെ തീ വളരെ ലോ ആണ്, കുറച്ച് തീ മതി, ഒരുപാടൊന്നും വേണ്ട. കാരണം ഉരുളി നല്ലോണം പതച്ച് കിടക്കുകയല്ലേ. ഇതാ ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് സാവധാനം ഒഴുകി വരണം, ഒഴുകി യോജിക്കണം. അതാണ് അതിൻ്റെ പാകം കേട്ടോ. ഉണ്ട്. അപ്പം ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചു. ഇപ്പം നമ്മളത് റെഡിയായി. എനിക്കിപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഏകദേശം ഒരു 1.25 മണിക്കൂറേ ആയിട്ടുള്ളൂ. അത് തന്നെ ഞാൻ നല്ല കുറച്ച് ഫ്ലെയിം തീ കുറച്ചിട്ടിട്ടാണ്. അപ്പോൾ തണുക്കാൻ വേണ്ടി മൂടി വെച്ചതാണ് ഞാൻ. ഇപ്പോൾ ഇതാ കുറേ സമയം കഴിഞ്ഞ് വേറെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് തുറന്നപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി വെക്കാം. അത് ഗ്ലാസ് ബോട്ടിലാക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്താ പറയുക, പ്ലാസ്റ്റിക്കൊക്കെ ആയാൽ ഇതിന് റിയാക്ഷൻ നടക്കും. ഇതാ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, വൈറ്റമിൻ സി ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെത്രയാണ് കഴിക്കേണ്ടത് അറിയാം. വലിയവർ 1 ടേബിൾ സ്പൂൺ രാവിലെയും വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കാമെന്നല്ലേ. കുട്ടികൾക്കാണെങ്കിൽ 1 ടീസ്പൂണേ കൊടുക്കാവൂ കേട്ടോ. എന്താ അറിയോ, ഇത് വളരെ നല്ലതായി വിചാരിച്ച് വാരിക്കോരി കഴിക്കാനൊന്നും പാടില്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ. അധികമായാൽ അമൃതം വിഷമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഓരോരോ ടീസ്പൂണ്, ചെറിയ ടീസ്പൂണ് രാവിലെയും രാത്രി ആഹാരം കഴിഞ്ഞതിന് ശേഷം. അതുപോലെ വലിയവർ 1 ടേബിൾ സ്പൂൺ വരെ കഴിക്കുക കേട്ടോ, രാവിലെയും രാത്രി ആഹാരം കഴിഞ്ഞിട്ടും. അപ്പോൾ ഇത് നമ്മളെ ശരീരത്തിന് വളരെ ഗുണമുള്ള കേട്ടോ. വീട്ടിൽ തന്നെ ആക്കിയോണ്ട് നമുക്കറിയാം ഇതിലൊരു പ്രിസർവേറ്റീവ്സും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കും കഴിക്കുക, കുട്ടികൾക്കും കഴിക്കുക. നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ ഇതിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടോയെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ ഇപ്പം നെല്ലിക്ക സീസണാണ്, ഒന്നുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.